ഭീഷണിപ്പെടുത്തി കള്ളവാർത്തകൾ ചൊരിഞ്ഞ് നിരപരാധികളുടെ മേലെ കുറ്റം ചുമത്തുന്നതിന് വേണ്ടിയുള്ള നിലപാട് സ്വീകരിക്കുന്നുണ്ട്. ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും ആ സമ്മർദ്ദത്തിന്റെ ഭാഗമായി ചാഞ്ചാട്ടമുണ്ട്. റൂറൽ എസ്പിയുടെ പേരാമ്പ്രയിലെ ഈ അക്രമ സംഭവവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പേരാമ്പ്രയിൽ CPMന്റെ നേതൃത്വത്തിൽ വലിയ ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്തിയിരുന്നു. ആ രാഷ്ട്രീയ വിശദീകരണ യോഗത്തില് മുഖ്യമായിട്ടും ഈ പറയുന്ന EP ജയരാജനും ഈ പറയുന്ന പേരാമ്പ്രയുടെ MLA ആയിട്ടുള്ള TP രാമകൃഷ്ണനും പോലീസിനെതിരെയുള്ള വലിയ വിമർശനങ്ങളാണ് നടത്തിയത്. എസ്പെഷ്യലി കോഴിക്കോട്ടെ റൂറൽ SP ആയിട്ടുള്ള VK ബൈജുവിനെതിരെ വലിയ വിമർശനങ്ങളാണ് ഇവർ നടത്തിയിരിക്കുന്നത്. എന്നാലും നിങ്ങൾ ഈ പറയുന്ന രാഷ്ട്രീയ വിശദീകരണ യോഗം നടക്കുന്നതിന് തൊട്ടു മുൻപ് പോലും പത്രസമ്മേളനം നടത്തിയ TP രാമകൃഷ്ണൻ നടത്തിയ പത്രസമ്മേളനം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അതിൽ TP രാമകൃഷ്ണന്റെ വാദങ്ങൾ എന്ന് പറയുന്നത് ഈ സൈബർ ഇടങ്ങളിൽ ഈ അന്തംകമ്മി അടിമകൾ നടത്തുന്ന വാദങ്ങളായിരുന്നു പത്രസമ്മേളനത്തിൽ TP രാമകൃഷ്ണൻ നടത്തിയത്. എന്ന് പറഞ്ഞാൽ TP രാമകൃഷ്ണൻ ഒരു ഘട്ടത്തിൽ ചോദിക്കുന്നത് മൂക്കിന് ശസ്ത്രക്രിയ നടത്തിയ വ്യക്തി എങ്ങനെയാണ് സംസാരിക്കുന്നത്, അയാൾ രാവിലെ അപ്പിയിടുന്നത് എങ്ങനെയാണ് എന്നാണ് ചോദിക്കുന്നത്. മൂക്കിന് ശസ്ത്രക്രിയ നടത്തിയാൽ അയാൾക്ക് സംസാരിക്കാൻ പറ്റില്ല എന്ന് TP രാമകൃഷ്ണനോട് ഏതോ വലിയ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലെ ഏതോ ഡോക്ടർ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മൂക്കിന് ശസ്ത്രക്രിയ നടത്തിയാൽ അയാൾക്ക് രാവിലെ ബാത്റൂമിൽ പോകാൻ കഴിയില്ല എന്ന് ഈ പറയുന്ന TP രാമകൃഷ്ണനോട് വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലെ ഏതോ ഡോക്ടർ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയായിരുന്നു പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. എന്നാലോ അത് കഴിഞ്ഞ് വൈകുന്നേരം ഈ പറയുന്ന രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്തിക്കൊണ്ട് TP രാമകൃഷ്ണനെ അതിന്റെ ഫോട്ടോകളൊക്കെ പങ്കുവെച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പ് ഇങ്ങനെ ഇട്ടു. എന്താണ് ആ കുറിപ്പ്? ഇടതുപക്ഷത്തിന്റെ പേരാമ്പ്ര എന്ന്. മനസ്സിലായില്ലേ? അങ്ങനത്തെ TP രാമകൃഷ്ണനെ, അതുപോലെ EP ജയരാജനെ, ഈ പറയുന്ന ശിവൻകുട്ടി, അതുപോലെ തന്നെ ഇവരുടെയൊക്കെ തലതൊട്ടപ്പനായിട്ടുള്ള ഗോവിന്ദൻ സഖാവ്, അതുപോലെ സോഷ്യൽ മീഡിയകളിൽ നിരങ്ങുന്ന അടിമകളായിട്ടുള്ള അന്തംഗമികളും ഇത്രയും ദിവസം പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ? മൂക്കിന് ശസ്ത്രക്രിയ നടത്തണമെങ്കിൽ മീശ പഠിക്കണ്ടേ, മൂക്കിന് ശസ്ത്രക്രിയ നടത്തിയാൽ സംസാരിക്കുന്നത് എങ്ങനെയാ, മൂക്കിന് ശസ്ത്രക്രിയ നടത്തിയാൽ തൂറുന്നത് എങ്ങനെയാ എന്നൊക്കെയായിരുന്നു ചോദ്യങ്ങൾ. അതുപോലെ ചില അന്തംഗമികൾ പറഞ്ഞത് തലക്കടിച്ചാൽ എങ്ങനെയാ മൂക്കിൽ കൂടെ ചോര വരിക. ചില അന്തംഗമികൾ പറഞ്ഞു ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലല്ലേ ശസ്ത്രക്രിയ നടത്തിയത്, അത് കുട്ടികളെ ചികിത്സിക്കുന്ന ആശുപത്രിയല്ലേ, അവിടെ എങ്ങനെയാ ഈ വലിയ പ്രായമുള്ള 40 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഷാഫിയുടെ ശസ്ത്രക്രിയ നടത്തുക, അത് കുട്ടികളുടെ ആശുപത്രിയല്ലേ എന്ന് അന്തംഗമികൾ ചോദിക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള ന്യായീകരണങ്ങളായിരുന്നു ഇത്രയും ദിവസം നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോ പോലീസിൽ എല്ലാവരും എന്നല്ല പറയുന്നത് കേട്ടോ, ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം പോലീസും DYFIയുടെ ഗുണ്ടകളും ഒരുമിച്ച് നടത്തിയ ആക്രമണമാണ്. അത് പോലീസിന്റെ തലപ്പത്തിരിക്കുന്ന റൂറൽ SP ആയിട്ടുള്ള ബൈജുവിനെ പോലുള്ള ആളുകൾ തിരിച്ചറിയുന്നുണ്ട്. പക്ഷെ ബൈജുവിന് ഈ തിരിച്ചറിവുകളുടെയും അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. കാരണം ഭരിക്കുന്നത് പിണറായി വിജയനാണ്. മനസ്സിലായില്ലേ? എസ്പെഷ്യലി ഇങ്ങനെ UDFകാരുടെ ഒരു പരാതി വരുന്ന ഒരു കേസാകുമ്പോൾ അവിടെ ഈ പിണറായി വിജയൻ ഉണർന്ന് പ്രവർത്തിക്കും. ഇനി അത് സംഘപരിവാറിനെതിരെയുള്ള കേസാണെങ്കിലോ അവിടെ പിണറായി വിജയൻ മൗനം പാലിക്കും. അപ്പോ ഇവിടെ ഷാഫി പറമ്പിൽ ആക്രമിക്കപ്പെട്ട വിഷയമായതുകൊണ്ട് തന്നെ പിണറായി വിജയൻ തിരക്കഥ സഖാക്കൾ നന്നായിട്ട് ഒരുക്കി കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിലും ഈ ഷാഫിയുടെ മൂക്കടിച്ച് പൊട്ടിക്കുവാനുള്ള തിരക്കഥയും ഒരുക്കി കൊടുത്തത് ഈ TP രാമകൃഷ്ണനാണ്. ഇപ്പോ TP രാമകൃഷ്ണൻ മാത്രമല്ല, വേറൊരു വ്യക്തി കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള മുൻ കോഴിക്കോട്ടെ CPMന്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള P മോഹനൻ ഇതുപോലെ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? TP രാമകൃഷ്ണൻ മാത്രമല്ല പോലീസിനെ കുറ്റപ്പെടുത്തുന്നത്. P മോഹനും പറഞ്ഞത് എന്താ? പോലീസിൽ ചിലർ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്, CPMലും അതൃപ്തി, കോഴിക്കോട് റൂറൽ SPയുടെ പ്രസ്താവന ഒഴിവാക്കാമായിരുന്നു എന്ന് P മോഹനൻ എന്ന് പറഞ്ഞ പോലീസുകാർ കാണിച്ച അതിക്രമത്തെ തുറന്ന് പറയാൻ പാടില്ലായിരുന്നു എന്ന് P മോഹനൻ. ആരാ P മോഹനൻ നിങ്ങൾക്കറിയോ? P മോഹനന്റെ ഭാര്യ ആരാണെന്നറിയോ? ആദ്യം P മോഹനന്റെ ഭാര്യയിൽ നിന്ന് തുടങ്ങാം. 2024 ഈ ലോക്സഭാ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് വടകരയിലേക്ക് ഷാഫി പറമ്പിലിനെ വടകരയിലെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ട അന്ന് മുതൽ ഷാഫിക്കെതിരെ ഇവർ വേട്ട തുടങ്ങിയതാണ്. അതിന്റെ ഭാഗമായിട്ട് വടകരയിൽ ഒരു കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിച്ചിട്ടുണ്ടായിരുന്നു. ആ കാഫിർ സ്ക്രീൻഷോട്ട് ആദ്യം പ്രചരിപ്പിച്ചത് ആരാണെന്നറിയോ? ഈ പറയുന്ന P മോഹനന്റെ ഭാര്യയായിട്ടുള്ള മുൻ MLA ആയിട്ടുള്ള വ്യക്തിയാണ്.
മോഹനന്റെ ഭാര്യയായിട്ടുള്ള മുൻ MLA ആയിട്ടുള്ള വ്യക്തിയാ. ഈ ഭാര്യയ്ക്ക് എവിടുന്നായി കാഫിർ സ്ക്രീൻഷോട്ട് കിട്ടിയത്? അത് പി മോഹനന്റെ മകനുണ്ടാ. ഈ വ്യാജ കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട് പോലീസ് ഒരു അന്വേഷണം നടത്തിയിട്ടുണ്ടായിരുന്നു. ആ അന്വേഷണ ഉദ്യോഗസ്ഥർ ഏതെങ്കിലും UDF പ്രവർത്തകന്റെയോ അതല്ലെങ്കിൽ ഷാഫി പറമ്പിന്റെയോ അടുക്കിലേക്ക് ചെല്ലുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. ആ കേസ് അന്വേഷണം ഇപ്പൊ എവിടെയാ? ആ കേസ് പോലും ഇല്ല. ഇപ്പൊ തേച്ചു മാറ്റും. കാരണം എന്താ? ആ കാഫിർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയവര് ഇവരായിരുന്നു. ഈ പി മോഹനന് വേറെയും കുറെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് കേട്ടോ. എന്താണ്? കൊലക്കേസിൽ പ്രതിയാണ്. കൊലക്കേസിലെ 1ാം പ്രതിയാണ് ഈ പറയുന്ന പി മോഹനൻ. പല ഗുണ്ടകളെയും വിട്ട് വടകരയിലെയും ഒഞ്ചിയത്തെയും നേതാവിനെ വെട്ടിവീഴ്ത്തിയ കേസിലെ പ്രതിയാണ് ഈ പറയുന്ന പി മോഹനൻ. ആ പി മോഹനൻ ഇന്ന് പറയാണ് പോലീസുകാർ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, റൂറൽ SP അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. എന്താ പറഞ്ഞ കുഴപ്പം? ഈ DYFI ഗുണ്ടകളാണ് അവിടെ ആക്രമിക്കാന് ഈ പറയുന്ന പോലീസിന് സ്ഫോടന വസ്തുക്കൾ കൈമാറിയത്. ഈ പറയുന്ന DYFIയുടെ ഗുണ്ടകളാണ്. ആ DYFIയുടെ ഗുണ്ടകൾ കൈമാറിയ സ്ഫോടന വസ്തുക്കൾ എറിഞ്ഞതും DYFIയുടെ ഗുണ്ടകളായിട്ടുള്ള കാക്കിയിട്ട പോലീസുകാരാണ്. ആ കാക്കിയിട്ട പോലീസുകാർ അതറിയുമ്പോൾ റൂറൽ SP അങ്ങനെ സംഭവിച്ചു എന്ന് പറയുമ്പോൾ നാളെ അത് ഏത് പോലീസുകാരനാണെന്ന് അന്വേഷണത്തിൽ പുറത്തു വരുമ്പോൾ അത് DYFIയുടെ ഗുണ്ടയായിട്ടുള്ള പോലീസുകാരനാണെന്ന് പുറത്തു വരുമ്പോൾ ഈ പറയുന്ന എല്ലാ നുണകളും പൊളിയുമെന്നുള്ള കാര്യത്തിൽ ഈ പി മോഹൻ ഒരു തർക്കവും. അപ്പോ ആ പി മോഹനൻ പറയാണ് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞാല് ഇപ്പൊ ഇവർ പോലീസിന്റെ നെഞ്ചത്തേക്കാ തെളിവുകൾ ഓരോന്നോരോന്നായി പുറത്തു വരികയാണ്. മനസ്സിലായില്ലേ? ഇത്രയും ദിവസം പറഞ്ഞ് UDF പ്രവർത്തകർ സ്ഫോടന വസ്തു എറിഞ്ഞു എന്ന്. ഇന്നിപ്പോഴത്തെ പോലീസുകാർ സ്ഫോടന വസ്തു എറിയുന്നതിന്റെ ദൃശ്യങ്ങളും വീഡിയോകളും പുറത്തു വരികയാണ്. അങ്ങനെ വരുമ്പോ എല്ലാ തെളിവുകളും ഇവർക്കെതിരെയാ എന്ന് പറഞ്ഞാൽ ഷാഫി പറമ്പിലിനെ ഇല്ലാതെയാക്കണം. പച്ചക്ക് പറഞ്ഞാൽ ഷാഫി പറമ്പിലിനെ തീർക്കണം എന്നുള്ള പ്ലാനോട് കൂടി തന്നെയാണ് ആ DYFIയുടെ 50ഓളം വരുന്ന ഗുണ്ടകൾ മാരകായുധങ്ങളുമായി ഈ പറയുന്ന UDF പ്രതിഷേധത്തിന്റെ അടുത്തേക്ക് വന്നത്. ആ പ്രതിഷേധം UDF പ്രതിഷേധത്തെ തടയാൻ DYFI ഗുണ്ടകളുടെ കയ്യിൽ നിന്ന് ഈ സ്ഫോടന വസ്തുക്കൾ വാങ്ങി എറിഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. അവരെ കുറിച്ചാണ് റൂറൽ SP പറഞ്ഞത്. ഇപ്പൊ റൂറൽ SP പറഞ്ഞ് സത്യം വിളിച്ച് പറഞ്ഞ് റൂറൽ SP തെറ്റുകാരനാക്കുകയാണ്. ഇപ്പോ ആ റൂറൽ SPക്കെതിരെ തിരിയുകയാണ് ഈ പറയുന്ന CPMകാര്. ഇനി നിങ്ങൾ പല കാര്യങ്ങളും ഇതിന് ആലോചിക്കണം. ഇതിന് പല കാര്യങ്ങളുണ്ട്. ഒന്നാമത് പി മോഹൻ എന്ന് പറയുന്നത് പഴയ CPM ജില്ലാ സെക്രട്ടറിയാ, കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയാണ് പി മോഹനൻ. ഈ TP രാമകൃഷ്ണൻ എന്ന് പറയുന്നത് പേരാമ്പ്രയിലെ MLA. ഇവിടെയൊക്കെ എന്താ ഇപ്പോഴത്തെ അവസ്ഥ എന്തെന്നറിയാമോ? ഇപ്പൊ വടകരയില് ഈ വടകര പാർലമെന്റ് നിയോജക മണ്ഡലത്തില്, അതായത് വടകര പാർലമെന്റ് നിയോജക മണ്ഡലം എന്ന് പറയുമ്പോ നിങ്ങൾ ചോദിക്കും പേരാമ്പ്രയിൽ പെടുവെന്ന്. പേരാമ്പ്രയിൽ പെടൂടോ? നിങ്ങൾക്കറിയോ? പേരാമ്പ്ര മാത്രമല്ല, വടകര പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ പെടുന്ന സ്ഥലമാണ് കൂത്തുപറമ്പ് നിയോജക മണ്ഡലം, തെലശ്ശേരി നിയോജക മണ്ഡലം, വടകര നിയോജക മണ്ഡലം, കുറ്റ്യാടി നിയോജക മണ്ഡലം, നാദാപുരം നിയോജക മണ്ഡലം, പേരാമ്പ്ര നിയോജക മണ്ഡലം, അതുപോലെ കൊയിലാണ്ടി നിയോജക മണ്ഡലം. ഇത്രയും അസംബ്ലി മണ്ഡലങ്ങൾ ചേരുന്നതാണ് ഈ വടകര പാർലമെന്റ് മണ്ഡലം. ഈ വടകര പാർലമെന്റ് മണ്ഡലത്തിലെ ഇപ്പോഴത്തെ ചിത്രം എന്താണെന്ന് അറിയോ? ഷാഫി പറമ്പിൽ അവിടെ വിജയിച്ച് കയറിയതോടുകൂടി ഇവരുടെ ഈ കോട്ടകളൊക്കെ ഓരോന്നോരോന്നായി തകർന്നുകൊണ്ടിരിക്കുകയാണ്. ആ തിരിച്ചറിവ് ഈ മുൻ സെക്രട്ടറി പി മോഹനുണ്ട്. ഇപ്പോഴത്തെ പേരാമ്പ്രയിലെ MLA ആയിട്ടുള്ള ഈ TP രാമകൃഷ്ണനുണ്ട്. ഈ TP രാമകൃഷ്ണന് ഇപ്പൊ അതിലേറെ വലിയ ഒരു സങ്കടം എന്താ അറിയോ? 2026 തെരഞ്ഞെടുപ്പിലെങ്ങാനും പേരാമ്പ്രയിൽ മത്സരിക്കാനുള്ള അങ്ങനെ പാർട്ടി പറയാണ് പേരാമ്പ്രയിൽ മത്സരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് TP രാമകൃഷ്ണൻ ഈ പേരാമ്പ്രയിൽ തോൽക്കും. ആ ബേജാറിലാണ് ഈ കളികളൊക്കെ നടത്തുന്നത്. അതിന്റെ പേരിലാണ് ഷാഫിയെ വകവരുത്താൻ ഇവർ തീരുമാനിച്ചത്. അതിന്റെ പേരിലാണ് ഷാഫിയുടെ മൂക്കടിച്ചു പൊട്ടിച്ചത്. അതിന്റെ പേരിലാണ് MP അവിടെ ഉണ്ടടാ അയാൾക്ക് നേരെ എന്ന് പറഞ്ഞത്. ഈ സ്ഫോടക വസ്തു പോലീസുകാരാണ് പറയുന്നത്. നിങ്ങളൊന്ന് ഓർക്കണം. പോലീസുകാരെന്ന് പറയുമ്പോൾ കാക്കിയിട്ട DYFIയുടെ ഗുണ്ടകളാണ് അവര്. ഈ TP രാമകൃഷ്ണന്റെ ഗുണ്ടകളാ പേരാമ്പ്രയിലെ. TP രാമകൃഷ്ണനുമായി അടുത്ത ബന്ധമുള്ളവരാ ഇവരൊക്കെ. അവര് ചേർന്ന് ഷാഫിയെ ഇല്ലായ്മ ചെയ്യാൻ തീരുമാനിച്ചതിന്റെ പേരിലാണ് ഷാഫിക്കിന്റെ മൂക്ക് ഇപ്പൊ അടിച്ചു പൊട്ടിച്ചിരിക്കുന്നത്. അപ്പോ ഈ തിരിച്ചറിവിൽ നിന്നാണ് ഷാഫിയെ ഇല്ലാതാക്കണമെന്ന് ഇവര് തീരുമാനിച്ചിരിക്കുന്നത്. അവിടെയാണ് പോലീസ്, റൂറൽ SP അടക്കമുള്ളവർ സത്യം കണ്ടിട്ട്, ദൃശ്യങ്ങൾ കണ്ടിട്ട് പോലീസ് തന്നെയാണ്, പോലീസിലുള്ള കാക്കിയിട്ട DYFI ഗുണ്ടകളാണ് ഇത് ചെയ്തതെന്നുള്ള തിരിച്ചറിവിൽ നിന്ന് പ്രതികരിക്കുമ്പോൾ ആ പോലീസിനെതിരെ, റൂറൽ SPക്കെതിരെ ഇപ്പൊ വാളോങ്ങുകയാണ്. എന്ന് പറഞ്ഞാല് ഈ അക്രമത്തിന്റെ എല്ലാത്തിന്റെയും പിന്നില് ആ വന്ന 50 DYFIയുടെ ഗുണ്ടകളും ഈ പറയുന്ന കാക്കിയിട്ട DYFIയുടെ ഗുണ്ടകളുമാണ്.